السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഹീദ് പഠിപ്പിക്കുന്ന 40 ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള അൽ അർബഊൻ ഫി ഹുഖൂഖി റബ്ബിൽ ആലമീൻ എന്ന ചെറിയ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഹദീസിൻ്റെ പഠനത്തിലാണ് നമ്മളുള്ളത്. മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിലെ വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചകളിലായി നമ്മൾ വിശദീകരിച്ചു. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ, ഖാഇദകൾ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ അതുകൂടി വിശദീകരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഹദീസുകളിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ്റെ അടിമകൾക്കുള്ള ഹക്കാണ് ഇതിൻ്റെ ആദ്യ ഭാഗം. ഹഖുല്ലാഹി അലൽ ഇബാദി യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. എല്ലാവരും ഹിഫ്ലാക്കിയില്ലേ? ഹിഫ്ലാക്കാൻ ആവശ്യത്തിലേറെ സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹിഫ്ലാക്കിയിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ്, വേറെ ആർക്കുമില്ല. ഒരു ഹർഫ് ഒരു ദിവസം നമ്മളിത് എടുത്തു തുടങ്ങിയത് മുതൽ ഒരു ദിവസം ഒരു ഹർഫ് പഠിച്ചു കഴിഞ്ഞാൽ പൂർത്തിയാക്കാനുള്ള സമയം നമുക്ക് ഒരു ദിവസം ഒരു ഹർഫ്, ഒരു വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ, അല്ല ഒരു അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർത്തിയാക്കാനുള്ള സമയം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. വഫഖനല്ലാഹു വഇയ്യാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോടുള്ള ഇബാദത്തിൽ ഒന്നിനെയും യാതൊരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ അടിമകൾക്കുമേൽ അള്ളാഹുവിനുള്ള ഹക്ക്. അപ്പോൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. അപ്പോൾ എന്താണ് ഇബാദത്ത്? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യലാണ്, ശിർക്കില്ലാതെ അവന് മാത്രം ആരാധനകൾ അർപ്പിക്കലാണ് അള്ളാഹുവിനോട് നമുക്കുള്ള ഹക്ക്. അതിനാണ് എന്തെന്ന് പറയാം? തൗഹീദ് എന്ന് പറയുക. അപ്പോൾ ഇബാദത്ത് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ നാട്ടിൽ ധാരാളം ചർച്ചകളും ഖണ്ഡനമണ്ഡനങ്ങളും സംവാദങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു ടേമാണ് ഇബാദത്ത്. എന്താണ് ഇബാദത്ത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ, ദുആ ചെയ്യുന്നവർ, ഇസ്തിഗാസ ചെയ്യുന്നവർ, അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അപ്പോൾ ദുആയും സഹായത്തേട്ടം ആരാധനയുടെ പരിധിയിൽപ്പെടുകയില്ല എന്നവർ പറയാതെ പറയുകയാണ്. എന്നിരുന്നാലും എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണം. അഹ്ലുസുന്ന വൽ ജമാഅ ഇബാദത്തിന് നൽകിയ നിർവചനം എന്താണ്? മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അതിൻ്റെ തെളിവുകൾ അതിൽ നിന്ന് നിഷ്പന്നമാക്കിയ മഹത്തായൊരു നിർവചനമുണ്ട് ഇബാദത്തിന്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടുക്കൽ അറിയപ്പെട്ട പ്രസിദ്ധമായ നിർവചനം അതാണ്. അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഅമാലി അല്ലാഹിറതി വൽ ബാത്തിന. ഇതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഈ ഇബാദത്തിനെ നമ്മൾ ഒരൊറ്റ വാക്കിൽ ആരാധന എന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്താറുള്ളത്. യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു നാമമാണ്. ജാമിഉൻ, സമഗ്രമായ നാമം. ഇസ്മുൻ ജാമി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെയുള്ള നാമങ്ങൾക്കാണ് ഇസ്മുൻ ജാമി എന്ന് പറയുന്നത്. ഒരൊറ്റ കാര്യത്തിനെ കുറിച്ചല്ല ഇബാദത്ത് എന്ന് പറയുന്നത്. ആണോ? ഇബാദത്ത് എന്ന് അനേകമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ ഉൾക്കൊള്ളുന്നതിനാണ് ഇസ്മുൻ ജാമിഅ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കലിമത്തുൻ ജാമിഅ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പറ്റി പറയാറുണ്ട്. അവിടുത്തെ ഹദീസുകൾ ജവാമിഉൽ കലിമാണ് എന്ന് പറഞ്ഞാൽ ചെറിയ വാചകങ്ങളിൽ വലിയ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന, അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന പദങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വാചകങ്ങൾ. അതുകൊണ്ടാണ് അവിടുത്തെ ഹദീസുകൾ വിശദീകരിക്കാൻ വോളിക്കണക്കിന്, ആയിരക്കണക്കിന് പേജുകളുള്ള ഗ്രന്ഥങ്ങൾ വേണ്ടി വന്നത്. അതുപോലെ ഒരു സമഗ്രമായ ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുക? ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന സർവ്വകാര്യങ്ങൾ അതെല്ലാം അതിൽ ഉൾക്കൊള്ളും. അല്ലാഹു തൃപ്തിപ്പെടുകയും അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സർവ്വകാര്യങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായൊരു നാമം. അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിനൽ അഖ്വാൽ, അതിൽ വാക്കുകൾ ഉണ്ടാവും. ഏതൊക്കെയാണോ വാക്കുകളായി അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ? ഇതാ നമ്മൾ ഈ ദീൻ പഠിക്കുന്നത് ഇബാദത്താണ്, ഖുർആൻ ഓതുന്ന ഇബാദത്താണ്, ദിക്ർ ചെയ്യുന്നത് ഇബാദത്താണ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ഇബാദത്താണ്, ബാങ്ക് വിളിക്കുന്നത് ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, സലാം പറയുക, ഒരു മുഅ്മിനോട് നല്ല വാക്ക്, അവനെ ആശ്വസിപ്പിക്കുന്ന വാക്ക് പറയുക, നസീഹത്ത് കൊടുക്കുക, ഇതൊക്കെ നല്ല വാക്കുകളിൽപ്പെട്ടതാണ്. അപ്പൊ വാക്കുകളുണ്ടതിൽ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ വാക്കുകളുണ്ടാവും. വാക്കുകൾ ഇബാദത്തിന്റെ പരിധിയിൽപ്പെടും. വൽ അഅമാൽ, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല. പ്രവർത്തനങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്, അല്ലാഹിറത്തി വൽ ബാത്തിന. പ്രത്യക്ഷമായി പുറമേക്ക് നമ്മൾ പ്രകടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഏതുപോലെ? നിസ്കാരം പോലെ, ഹജ്ജ് പോലെ. അതുപോലെ തന്നെ പുറമേക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന സ്വതക്ക കൊടുക്കൽ, സകാത്ത്, നോമ്പ്, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന നോമ്പ്. എടുത്ത ആളെയും എടുക്കാത്ത ആളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ തിരിച്ചറിയൂ. പക്ഷേ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രത്യക്ഷമായ ഇബാദത്തുകളിൽ ഉലമാക്കൾ എണ്ണിയതാണ് നോമ്പും. അതുപോലെ തന്നെ വൽ ബാത്തിന, ആന്തരികമായി നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളുണ്ട് ഹൃദയത്തിനകത്ത്. ഏതുപോലെ? അള്ളാഹുവിനെ മാത്രം മറ്റാരെക്കാളും സ്നേഹിക്കുന്നത് പോലെ, അള്ളാഹുവിനെ ആരെക്കാളും ഭയക്കുന്നത് പോലെ, ആരെക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെ. അള്ളാഹുൽ തവക്കുലാക്കുക. തവക്കുൽ എവിടെയാണ്? തവക്കുൽ മനസ്സിലാണ്, ഖൽബിലാണ്, ആന്തരികമായ പ്രവർത്തനമാണ്. ഭയം എവിടെയാണ്? പ്രതീക്ഷ എവിടെയാണ്? സ്നേഹം എവിടെയാണ്? ഖുശൂ എവിടെയാണ്? നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകണം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങളുടെ നിസ്കാരത്തെ പറ്റി അവർ ഖുശൂ ഉണ്ടാകുന്നവരാണ്. അവർ ഖുശൂഇന്റെ സ്ഥാനം എവിടെയാണ്? അത് ഖൽബിന്റെ പ്രവർത്തനമാണ്. അപ്പോൾ പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രവർത്തനങ്ങളും ഇബാദത്തിന്റെ പരിധിയിൽ വരും. അതുപോലെ തന്നെ വാക്കുകളും ഇബാദത്തിന്റെ പരിധിയിൽ വരും. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രവർത്തനങ്ങളും വാക്കുകളും മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന സമഗ്രമായ നാമമാണ് ഇബാദത്ത്. പറഞ്ഞു മനസ്സിലായോ? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാഹു മിനൽ അഖ്വാലി വൽ അഅമാലി അല്ലാഹിറതി വൽ ബാത്തിന. പ്രത്യക്ഷവും പരോക്ഷവുമായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന സർവ്വ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വാക്കുകളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ നാമമാണ് ഇബാദത്ത്. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ കേവലം നോമ്പോ നിസ്കാരമോ കൂടി വന്നാൽ ഹജ്ജ്, അതിനപ്പുറത്തേക്ക് ഇബാദത്ത് എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ മറ്റൊന്നും ചിത്രീകരിക്കപ്പെടുന്നില്ല. അപ്പൊ അതൊക്കെ നിസ്കാരം അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. എന്താ സംശയം? നോമ്പ് അല്ലാഹ്ക്ക് വേണ്ടി നമ്മൾ നോമ്പെടുക്കുന്നത്. ഹജ്ജ് ചെയ്യുമ്പോഴെന്തിയാണ്? അല്ലാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്. അവിടെ പോയി അവിടുത്തെ ഹജ്ജിന്റെ ഏതെങ്കിലും മശാഇറുകളിലോ ഏതെങ്കിലും രംഗങ്ങളിലോ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തിന്റെ എന്തെങ്കിലും ഒരു അംശം തിരിച്ചുവിടുന്ന ഒരു രംഗം പോലും, ഒരു ഇഞ്ച് പോലും ഇല്ല. അപ്പൊ അതൊക്കെ എല്ലാവരും അംഗീകരിക്കും. അതിനപ്പുറത്ത് ബൃഹത്തായ ഇബാദത്തിന്റെ വിശാലമായ മേഖലകളെ കുറിച്ച് ആളുകൾക്ക് അറിയില്ല. കാരണം എന്താണ് ഇബാദത്ത് എന്നുള്ള തിരിച്ചറിവ് ആളുകൾക്കില്ല. ദുആയും സഹായത്തേട്ടവും ഭയവും പ്രതീക്ഷയും ഭരമേൽപ്പിക്കലും വിനയവും താഴ്മയും കീഴൊതുക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയഭക്തിയും ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനോടുള്ള രക്ഷാചോദ്യവും അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടും ഇസ്തിആനത്തും ഇതൊക്കെ ഇബാദത്തിന്റെ പരിധിയിൽ വരും. ദുആ അള്ളാഹുവിനോട് മാത്രം എന്നതുപോലെ. അപ്പൊ ഇതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഇബാദത്തുകളാകണമെങ്കിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇവിടെ മനോഹരമായി അതിനെ എന്താ പറയാ, അതിനൊരു ലബ്ത്ത്, അതിനൊരു കണ്ടീഷൻ വെച്ചു. എന്താണ് ആ കണ്ടീഷൻ? അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യണം. അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന വാക്കാകണം, പ്രവർത്തനാകണം. അത് പ്രത്യക്ഷത്തിലുള്ളതുണ്ടാകും, പരോക്ഷമായതുണ്ടാകും. എവിടെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എവിടെ നമുക്ക് കിട്ടുക? എന്താണ് അതിന്റെ സോഴ്സ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരണം. ഇന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ്,
അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാണ്, പ്രതിഫലാർഹമാണ്, സ്വീകാര്യമാണ്, നന്മയാണ്, അമലു സ്വാലിഹാണ് എന്ന് അറിയിച്ചു തരുന്നത് ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് കാണിച്ചു തന്നത് മാത്രമേ ഇബാദത്തായി, നന്മയായി, സൽക്കർമ്മമായി നമ്മൾ അനുഷ്ഠിക്കാവൂ. അതേ അള്ളാഹു ഇഷ്ടപ്പെടുള്ളൂ. അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അതൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെട്ടേക്കും, അള്ളാഹ് തൃപ്തിപ്പെട്ടേക്കും, അള്ളാഹ് അങ്ങ് സ്വീകരിച്ചേക്കും എന്ന് വിചാരിക്കലല്ല ഇബാദത്ത്. ആണോ? നമുക്ക് തോന്നിയതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, നമുക്ക് കുറേ ദിക്റെല്ലാം പൂതിയുണ്ടാവും, കുറേ സ്വലാത്തുകളെല്ലാം പൂതിയുണ്ടാവും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മകൾ നമുക്ക് വ്യാപകമായി ചെയ്യാൻ പൂതിയുണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അവിടുത്തെ മാതൃകയില്ലാത്ത, അള്ളാഹുവിന് ഇഷ്ടവും തൃപ്തിയില്ലാത്ത നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ ഇത് ഇബാദത്താവോ? ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ടല്ല അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യേണ്ടത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് അള്ളാഹുവിന് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. നമുക്ക് പല ഇഷ്ടങ്ങളുണ്ടാവും, അതല്ല അള്ളാഹുവിന് നമ്മൾ നൽകേണ്ടത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന കാര്യങ്ങൾ നന്മയായി, വാക്കായി, പ്രവൃത്തിയായി അള്ളാഹുവിന് വേണ്ടി കാഴ്ചവെക്കലാണ്. പറഞ്ഞു മനസ്സിലായോ? ഇതാണ് ഇബാദത്ത്. ഇത് ഈ ഹദീസിൽ ഒളിഞ്ഞു കിടക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിക്കുന്ന ഇബാദത്തിന്റെ മഹത്തായ ഒരു പാഠമാണ്, ഇബാദത്തിന്റെ നിർവചനം. കാരണം യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ, അതാണ് അള്ളാഹുവിനുള്ള ഹക്ക്. എന്താണ് ഇബാദത്ത് എന്നറിയണം. ശരി, ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഖാഇദ കൂടിയുണ്ട്. ഇബാദത്തിന്റെ താരീഫ് നമ്മൾ പഠിച്ചു. ഇബാദത്തിന്റെ വിഷയത്തിലുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഅ. ഇബാദത്തുകളുടെ വിഷയത്തിലുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വിലക്കാണ്. വിലക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അള്ളാഹും റസൂലും ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അറിയിച്ചു തന്നതേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും സ്ഥിരപ്പെടാത്ത ഒരു നന്മയും, ഒരു അമലു സ്വാലിഹും, ഒരു ഇബാദത്തും ഇബാദത്തല്ല, അത് ചെയ്യാൻ പാടില്ല. അവിടെ വിലക്കാണ്, ഹറാം. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ ആര് പഠിപ്പിക്കണം? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഒരു ദിക്ർ നമ്മൾ ഉരിയാടുന്നുണ്ടെങ്കിൽ ആര് പഠിപ്പിക്കണം? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തരാത്ത, ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെടാത്ത ഒന്നും നന്മയായി ഇബാദത്തായി ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഖുർആനിലോ സുന്നത്തിലോ പ്രമാണബന്ധിതമായി സ്ഥിരപ്പെടാത്തിടത്തോളം അൽ മൻഅ, അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഅ, ഇബാദത്തിന്റെ വിഷയത്തിലുള്ള അടിസ്ഥാനം വിലക്കാണ്, ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ യാഥാസ്ഥിക പുരോഹിതന്മാർ സാധാരണക്കാരെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു തത്വമുണ്ട്. എന്താണ്? നബിദിന ആഘോഷിക്കാൻ പാടില്ല, മൗലിദ് ആഘോഷം പാടില്ല, ആണ്ട് നേർച്ചകൾ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ നടമാടുന്ന ബിദ്അത്തുകൾ, അതിനെ നമ്മൾ വിമർശിക്കുമ്പോൾ, എതിർക്കുമ്പോൾ അവർ പറയും നബിദിന ആഘോഷിക്കാൻ പാടില്ല എന്നതിന് തെളിവുണ്ടോ? സാധാരണക്കാരെ പാട്ടിലാക്കുന്നൊരു ചോദ്യമാണിത്. ഇന്ന സ്വലാത്ത് ചൊല്ലാൻ, ആര്യ സ്വലാത്ത് ചൊല്ലാൻ പാടില്ല എന്നതിന് ആയത്തിലും ഹദീസിലും തെളിവുണ്ടോ? ആ ചോദ്യം തന്നെ വൻ അബദ്ധമാണ്. ഇബാദത്ത് ചെയ്യാനാണ് തെളിവ്, ചെയ്യാതിരിക്കാൻ തെളിവ് വേണോ? ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് തെളിവ് വേണ്ട, അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതിനാണ് തെളിവ്. അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഅ. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരുടെ ചോദ്യത്തിന് കടക്കിൽ കത്തിവെച്ച് അത് അറുത്ത് കളയുന്ന അടിസ്ഥാനമാണിത്. ഇത് സാധാരണക്കാർക്ക് അറിയില്ല പലർക്കും. ദീനിലില്ലാത്ത ഇവിടുത്തെ പുരോഹിതന്മാർ പടച്ചുണ്ടാക്കിയ ബിദ്അത്തുകൾ അത് ചെയ്യാൻ പാടില്ല എന്ന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് അത് തീർത്തും വൈജ്ഞാനികമായ നിലവാരമില്ലാത്ത, ദീനിന്റെ ബാലപാഠം അറിയാത്തവരുടെ ഒരടിസ്ഥാനമില്ലാത്ത, ഒരു നിലവാരമില്ലാത്ത ചോദ്യമാണ്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഇത് അറിയാത്തത് കൊണ്ട് ആ ചോദ്യം വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഇബാദത്ത് ചെയ്യാനാണ് തെളിവ്, ചെയ്യാതിരിക്കാൻ തെളിവ് വേണ്ട. കാരണം ഇബാദത്തിന്റെ വിഷയത്തിലുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വിലക്കാണ്, ചെയ്യാൻ പാടില്ല. തെളിവില്ലാത്തടത്തോളം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നബിദിനം ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കാൻ അവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. മൗലൂദ് കിതാബ് ഓതണമെങ്കിൽ ഓതാൻ അവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. നാജിയ സ്വലാത്ത് ചൊല്ലണമെങ്കിൽ ചൊല്ലാൻ അവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഅ. മനസ്സിലായോ? പിന്നെ അവർ പാട്ടിലാക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ AC ഉള്ള കാർപ്പറ്റ് വിരിച്ച, ശീതീകരിച്ച കോൺക്രീറ്റ് ബിൽഡിങ്ങിലല്ലേ മസ്ജിദായി നിങ്ങൾ നിസ്കരിക്കുന്നതും? നിങ്ങളെ ഖത്തീബ് മെമ്പർമ കയറി ഇന്ന് ഹുത്ബ പറയുന്ന മെമ്പർ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്ന മെമ്പറാണോ?
റസൂലുള്ള മൈക്കിൽ പ്രസംഗിച്ചിട്ടുണ്ടോ, അന്ന് ബാങ്ക് കൊടുക്കാൻ കോളാമ്പി ഉണ്ടായിരുന്നോ, ലൗഡ് സ്പീക്കർ ഉണ്ടായിരുന്നോ, ഈ ജാതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അവിടെയാണ് നമ്മൾ വേറൊരു തത്വം മനസ്സിലാക്കേണ്ടത്. അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഹിൽ. ഇടപാടുകളുടെ വിഷയത്തിൽ, ഭൗതികമായ കാര്യങ്ങളുടെ വിഷയത്തിലുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്. അൽ ഹലാൽ. അതായത് മൈക്കിൽ ഒരാൾ പ്രസംഗിച്ചാൽ അത് ഇബാദത്താന്ന് നമ്മളാരും പറയുന്നില്ല. മൈക്കിൽ പ്രസംഗിക്കുക എന്നുള്ളത് ഇബാദത്താണോ? ഇത് ആളുകൾക്ക് നന്മ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭൗതികമായ മാധ്യമം മാത്രമാണ്. മൈക്കിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് പോരിശ കൂടും എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഈ പറയുന്ന മൗലവിമാരും വിശ്വസിക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ. കാർപ്പറ്റുള്ള പള്ളിയിൽ, പുൽപ്പായില്ലാത്ത കാർപ്പറ്റുള്ള പള്ളിയിൽ നിസ്കരിച്ചാൽ നിസ്കാരത്തിന് ഫദ്ൽ കൂടും നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എ സി ഇല്ലാത്ത പള്ളിയിൽ നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ പോരിശ കുറയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അത് ഭൗതികമായി നമ്മൾ സ്വീകരിക്കുന്ന ചില സംവിധാനങ്ങളും ചില മാധ്യമങ്ങളും മാത്രമാണ്. അവിടെ ദീനിൽ പ്രത്യേകിച്ച് വിലക്കില്ലാത്തതൊക്കെ നമുക്ക് ചെയ്യാം. അൽ ഹലാൽ ഹിൽ അനുവദനീയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? അവിടെ ഓരോന്നും ചെയ്യാം. ഇപ്പൊ മൈക്ക് ഉപയോഗിക്കാൻ തെളിവുണ്ടോ, കാർപ്പറ്റ് വിരിക്കാൻ തെളിവുണ്ടോ, എ സി വെക്കാൻ തെളിവുണ്ടോ, ബാഗ് കോളാമ്പിക്കൂടെ കൊടുക്കാൻ തെളിവുണ്ടോ, മിമ്പർ നല്ല തേക്കിന്റെ തടിയാക്കാൻ തെളിവുണ്ടോ? അങ്ങനെ തെളിവ് അന്വേഷിക്കേണ്ടതില്ല. അവിടെ ഒക്കെ ഹലാലാണ്. പ്രത്യേകം വിലക്ക് വരാത്ത സംഗതി നമ്മൾ ഒഴിച്ചു നിർത്തിയാൽ മതി. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് നമ്മൾ മസ്ജിദ് പണിയുമ്പോൾ മസ്ജിദിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഹലാലായിരിക്കണം. ദീനിൽ വിലക്കില്ലാത്ത സാധനമാകരുത്. ഇപ്പൊ നമ്മൾ ഉളുഹിയത്തിന് നമ്മൾ എന്ത് ചെയ്യും? അത് ഇബാദത്തിന്റെ പരിധി വരുന്നതാണ്. ആ ഉദാഹരണം ആപ്റ്റാവില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടം, മറ്റു ഭൗതികമായ ഇടപാടുകൾ, അവിടെ കച്ചവടം നിരുപാധികം നമുക്ക് ഹലാലാണ്. അല്ലെ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ആ കച്ചവടത്തിൽ പലിശയില്ലാതെ, അതല്ലെങ്കിൽ വഞ്ചനയില്ലാതെ, പൂഴ്ത്തിവെപ്പില്ലാതെ, കളവില്ലാതെ കച്ചവടം ചെയ്യാം. അങ്ങനെയുള്ള ഏത് കച്ചവടം ഹലാലാണ്. ഇന്ന കച്ചവടം തന്നെ ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ? ആ കച്ചവടം ചെയ്യാൻ തെളിവുണ്ടോ, ഈ കച്ചവടം ചെയ്യാൻ തെളിവുണ്ടോ? അങ്ങനെയല്ല. കച്ചവടത്തിൽ ഹറാം എന്ന് പറഞ്ഞ വിലക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ മതി. ഇതുപോലെ തന്നെ ഭൗതികമായ കാര്യകാരണങ്ങൾ സ്വീകരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും വിലക്കുണ്ടെങ്കിൽ ആ വിലക്കൊഴിച്ചു നിർത്തിയാൽ മതി. അതില്ലാത്തടത്തൊക്കെ നമുക്ക് ഹലാലാണ്, അനുവദനീയമാണ്. അതില്ലാത്ത കാര്യങ്ങളെല്ലാം. അപ്പൊ ഇതാണ് ഇബാദത്തിനെയും മുആമലത്തിനെയും, ഭൗതികമായ കാര്യങ്ങളെയും ഇബാദത്തിന്റെ പരിധിയിൽ പെറുന്ന കാര്യങ്ങളെയും വേർതിരിക്കുന്ന അടിസ്ഥാനം. ഇടപാടുകളിൽ, ഭൗതികമായ കാര്യങ്ങളിൽ വിലക്കില്ലാത്തതൊക്കെ നമുക്ക് ഹലാലാണ്. വിലക്കുള്ളത് ഒഴിച്ചു നിർത്തിയാൽ മതി. എന്നാൽ ഇബാദത്തിന്റെ വിഷയത്തിലുള്ള അടിസ്ഥാനം ഹറാമാണ്. തെളിവില്ലാത്തത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതിന്റെ അടിസ്ഥാനം ഹറാമാണ്, മറ്റതിന്റെ അടിസ്ഥാനം ഹലാലാണ്. എന്ത് നമ്മൾ ഒഴിച്ചു നിർത്തണം? മുആമലത്തിന്റെ വിഷയത്തിൽ വിലക്കുള്ളത് ഒഴിച്ചു നിർത്തണം. ഇബാദത്തിന്റെ വിഷയത്തിൽ ശർഈയായി സ്ഥിരപ്പെട്ട, ഖുർആനിലും സുന്നത്തിൽ സ്ഥിരപ്പെട്ടതേ നമ്മൾ ചെയ്യാവൂ, തെളിവുള്ളതേ ചെയ്യാവൂ. മറ്റത് ഓരോന്നിനും ചെയ്യാൻ പ്രത്യേകം തെളിവ് വേണ്ടതില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകുക എന്നതാണ് അല്ലാഹുവിനോടുള്ള ഹഖ്. ഹഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവിടെ നിർത്തിയില്ല. വലാ യുശ്രികൂ ബിഹി ഷൈആ. അവനോടുള്ള ഇബാദത്തിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. എന്നാലേ ശിർക്കാവുള്ളൂ. അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തിൽ തൗഹീദിന്റെ അംശം പൂർണ്ണമാകുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ തുടക്കത്തിൽ വിശദീകരിച്ചിരുന്നു. അതിൽ രണ്ട് സ്തംഭങ്ങളുണ്ട്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ആരാധന്മാരെ നിഷേധിക്കുന്നുണ്ട്, എന്നിട്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ അള്ളാഹുവിന് ഇബാദത്ത് സ്ഥിരീകരിക്കുന്നു. ഇല്ലല്ലാ എന്ന് മാത്രം ഒരാൾ അംഗീകരിച്ചു, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം എന്നത് മാത്രം ഒരാൾ അംഗീകരിച്ചു, അയാൾ ശിർക്കിൽ ചെന്നുപോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് നിഷേധിച്ചിട്ടില്ല. നിഷേധിക്കാത്തിടത്തോളം അവൻ ശിർക്കിൽ ചെന്ന് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇല്ലെന്നൊന്നും ഒഴിവാക്കി ലാ ഇലാഹ, ഒരു ഇലാഹുല്ല എന്നത് മാത്രം അവൻ മുറുകെ പിടിച്ചാലോ, അത് മാത്രം സ്വീകരിച്ചാലോ, ഒരു ഇലാഹുല്ല, അള്ളാഹുല്ല, അവൻ സകല ആരാധ്യന്മാരെയും നിഷേധിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനോടുള്ള ആരാധ്യതയും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സ്ഥിരീകരിക്കുകയും വേണം, ഒപ്പം അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് നിഷേധിക്കുകയും വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. അയ്യഅ്ബുദൂഹു എന്ന് പറഞ്ഞ് നിർത്തിയില്ല. വലാ യുശ്രികൂ ബിഹി ഷൈആ. അവനോടുള്ള ഇബാദത്തിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അതാണ് തൗഹീദ്. ഇയ്യാക നഅ്ബുദു നമ്മളെങ്ങനെ അർത്ഥം പറയല്? അള്ളാഹുവെ നിന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ് അവിടെ അർത്ഥം. എന്നതാണ് അവിടെ അർത്ഥം. അർത്ഥം പൂർത്തിയാവൂല. ഇയ്യാക നഅ്ബുദു
നിന്നെ മാത്രം. അവിടെ മഫ്ഊലിനെ ഫാഇലിനേക്കാൾ മുന്തിച്ചിട്ടുണ്ട്. അറബി ഭാഷയിൽ ഒരു സെന്റൻസിന്റെ ഘടനയാണ് ഫിഅല്, ഫാഇല്, മഫ്ഊൽ. ക്രിയ, കർത്താവ്, കർമ്മം, ഇങ്ങനെയാണ് ഘടന. അതായത് വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, അങ്ങനെ തന്നെയല്ലേ? ഒബ്ജക്റ്റ് മഫ്ഊലല്ലേ? അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ക്രിയ, കർത്താവ്, കർമ്മം. ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പറയും, ചെയ്യുന്ന ആളെ പറയും, പിന്നെ ചെയ്യപ്പെടുന്ന കാര്യം എന്താണോ അത് പറയും. ഇതാണ് അറബി ഭാഷയിൽ സെന്റൻസിന്റെ പൊതുവായ ഘടന. എന്നാൽ ഇയ്യാക നഅ്ബുദുവിൽ ആ ഘടന തെറ്റിച്ചു, മഫ്ഊലിനെ ആദ്യം കൊണ്ടുവന്നു. നഅ്ബുദുക എന്നാണ് പറയേണ്ടത് ശരിക്കും. അറബി ഭാഷാ നിയമം അനുസരിച്ച്, സാമാന്യ നിയമം അനുസരിച്ച് നഅ്ബുദുക, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു. നഅ്ബുദു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ക, നിന്നെ, അല്ലാഹുവെ നിന്നെ ഇബാദത്ത് ചെയ്യുന്നു. ഇതാണ് അതിന്റെ സാമാന്യ ഘടന. ഇതിൽ നിന്ന് വിരുദ്ധമായി ഇയ്യാക നഅ്ബുദുവിലെ പ്രയോഗം എന്താണ്? ഇയ്യാക, നിനക്ക് മാത്രം, നഅ്ബുദു. ആദ്യം പറയേണ്ടതിനെ അവസാനവും, അവസാനം പറയേണ്ടതിനെ ആദ്യം പറഞ്ഞു. ഇതിന്റെ രഹസ്യമായി പണ്ഡിതന്മാർ പറയുന്നു, ഭാഷയിൽ തന്നെ, അറബി ഭാഷാ നിയമത്തിൽ തന്നെ ഈ അവസാനം പറയേണ്ടുന്ന മഅ്മൂൽ അല്ലെങ്കിൽ മഫ്ഊലിനെ മുന്തിക്കുക എന്നത് ആ പറഞ്ഞതിൽ മാത്രം ആ സംഗതി പരിമിതപ്പെടുത്തണം എന്ന ഭാഷാ നിയമത്തെ അറിയിക്കുന്നതാണ്. ഭാഷയിൽ തന്നെ അർത്ഥമാണ് അതിന്. എന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ ഇതിന്റെ അർത്ഥം തെറ്റിച്ചു പറയുന്നു. സുബ്ഹാനല്ലാഹ്. അതിന്റെ തഫ്സീറുകൾ അനേകമുണ്ട്, അത് വേറെ വിഷയം. ഭാഷയിൽ തന്നെ ഈ പ്രയോഗത്തിന്റെ അർത്ഥം ഇയ്യാക നഅ്ബുദു, അല്ലാഹു നിനക്ക് മാത്രം, മറ്റാർക്കുമില്ല. ഇബാദത്താകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഏതേതംശങ്ങളുണ്ടോ, നിനക്ക് മാത്രം, നിന്നോട് മാത്രം. ആ അർത്ഥം ഭാഷയിൽ തന്നെ അവിടെ കിട്ടുമെന്നാണ്. ആ മാത്രമില്ലെങ്കിൽ പോയി കാര്യം, ആ മാത്രത്തിലാണ് കാര്യം. അതാണ് തൗഹീദ്. അപ്പൊ എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? അടുത്ത ഖായിദ അതാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലാ യുശ്രികൂ ബിഹി ശൈഅ എന്ന് ചേരുമ്പോൾ അവിടെയാണ് തൗഹീദ് പൂർത്തിയാകുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി മിനർ റുബൂബിയ്യതി വൽ ഉലൂഹിയ്യതി വൽ അസ്മാഇ വസ്സിഫാത്ത്. അതല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, ഇബാദത്തിൽ അല്ലാഹുവിനെ ഏകനാക്കുക, തനിച്ചാക്കുക. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം നൽകുക. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി വ്യാപകാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ റുബൂബിയത്തിൽ നിന്നും ഉലൂഹിയത്തിൽ നിന്നും അസ്മാ വ സിഫാത്തിൽ നിന്നും അള്ളാഹുവിന് പ്രത്യേകമായ കാര്യങ്ങളിൽ അവനെ തനിച്ചാക്കുക, ഏകനാക്കുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറയുന്നു തൗഹീദ് 3 ഇനമാണുള്ളത്. ഇതെല്ലാവരും, എല്ലാ സാധാരണക്കാരും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ടുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടുക്കൽ തൗഹീദ് 3 ഇനമാണ്. ഒന്നാമത്തെ ഇനം തൗഹീദുർ റുബൂബിയ്യ, രണ്ടാമത്തെ ഇനം തൗഹീദുൽ ഉലൂഹിയ്യ, മൂന്നാമത്തെ ഇനം തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. ഈ 3 ഉണ്ടെങ്കിലേ തൗഹീദ് പൂർണ്ണമാകുകയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകുകയുള്ളൂ. എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ? തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ലളിതമായതിനെ നിർവചിച്ചു, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവനെ ഏകനാക്കുക. ഇഫ്റാദുല്ലാഹി ബി അഫ്ആലിഹി അൽ ഖാസ, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ അവന്റെ പ്രവർത്തനങ്ങളിൽ അവനെ ഏകനാക്കുക. ഏതുപോലെ? ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, സൃഷ്ടിക്കുന്നു, ഉടമപ്പെടുത്തുന്നു, മഴ പെയ്യിപ്പിക്കുന്നു, രോഗം നൽകുന്നു, അതിന് ശമനം നൽകുന്നു, ശിക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളാണിതെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ അവനെ ഏകനാക്കുക. അവന്റെ പ്രവർത്തനങ്ങളിൽ അവന് തുല്യനായി അവൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന, അവൻ ലോകം നിയന്ത്രിക്കുന്നു, ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവനെയും നിയന്ത്രിക്കും. വമൻ യുദബ്ബിറുൽ അംറ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് സർവ്വതും നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ പുരോഹിതന്മാർ പറയുന്നു ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാക്കുക എന്ന തൗഹീദ് റുബൂബിയ്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രയോഗമാണത്, സംസാരമാണത്. തൗഹീദ് റുബൂബിയ്യയുള്ള ശിർക്കാണത്. ഏതെങ്കിലും ജീവിച്ചു മരിച്ച അല്ലെങ്കിൽ മനുഷ്യനായി പിറന്ന് ജനിച്ച് മണ്ണടിഞ്ഞ ഏതെങ്കിലും ഒരു പടപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം നിയന്ത്രിക്കുന്ന ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ തൗഹീദ് റുബൂബിയ്യത്തുള്ള ശിർക്കാണത്. അപ്പൊ തൗഹീദ് റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല എന്നതാണ് തൗഹീദ് റുബൂബിയ്യ.
തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അതാണ് തൗഹീദിന്റെ രണ്ടാമത്തെ ഇനം, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായ അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട്, അവന് പേരുകളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ സ്ഥിരപ്പെടുത്തിയ, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ അറിയിച്ച അവന്റെ അസ്മാകൾ, അതിന് തുല്യമായ നാമങ്ങൾ മറ്റൊരാൾക്കുമില്ല, അതിലൊരാൾക്കും പങ്കില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകമായ വിശേഷണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാം കേൾക്കുന്നു, അവൻ കേൾക്കുന്ന പോലെ കേൾക്കുന്നവൻ ആരുമില്ല. അവനെല്ലാം അറിയുന്നു, അവൻ അറിയുന്നത് പോലെ അറിയുന്നവരാരുമില്ല. അവനെല്ലാം കാണുന്നു, അവൻ കാണുന്നത് പോലെ കാണുന്നവരാരുമില്ല. ആപേക്ഷികമായി നമ്മൾ പലതും കാണുന്നു, അറിയുന്നു, കേൾക്കുന്നുവെങ്കിലും അല്ലാഹു കാണുന്നത് പോലെ, അല്ലാഹു കേൾക്കുന്നത് പോലെ, അല്ലാഹു അറിയുന്നത് പോലെ ഒരു പടപ്പും അറിയുകയില്ല, കാണുകയില്ല, കേൾക്കുകയില്ല. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെച്ചതും അവൻ അറിയും. അല്ലാഹുവിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ വിശേഷണമാണിത്. എന്നാൽ മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് ഇവിടെ മാല മൗലിദുകൾ പാടുന്നത് എന്താണ്? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നവർ. കുപ്പിന്റെ അകത്തുള്ള വസ്തുവിനെ കാണുന്നത് പോലെ കൽബിന്റെ ഉള്ളിലുള്ളത് കാണുമെന്ന് ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചത് അല്ലാഹു അറിയും എന്നവൻ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ വിശേഷണം അതിനേക്കാൾ ഒരുപടി മേലെ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ കാണുന്ന പോലെ കാണും, അല്ലേ? എവിടെ നിന്ന് വിളിച്ചാലും സമുദ്രത്തിന്റെ അഗാധകർത്തങ്ങളിൽ മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുട്ടറകളുടെ ഇരുട്ടറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്തു. അല്ലാഹുവിന് മാത്രം അതിന് കഴിയുകയുള്ളൂ. ഏത് മുക്കിൽ നിന്നും കോണിൽ നിന്നും ലോകത്തിന്റെ ഏത് പഴുതിൽ നിന്നും ഏത് ഇരുട്ടിൽ നിന്നും വിളിച്ചാലും അല്ലാഹുവിന് മാത്രമേ ഉത്തരം ചെയ്യാൻ സാധിക്കുള്ളൂ. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിക്കുവിൻ, എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. എന്നാൽ മുഹ്യിദ്ദീൻ ശൈഖിനെ പറ്റി പാടുന്നത് എന്താണ്? വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതെ തീരം നൽകും ഞാൻ എന്നവർ. എവിടുന്ന് വിളിച്ചാലും വിളിച്ച് വായ പൂട്ടുന്നതിന് മുമ്പ് മുഹ്യിദ്ദീൻ ശൈഖ് ഉത്തരം ചെയ്യുമെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള നാമങ്ങൾ, അവന് മാത്രം പ്രത്യേകമായ വിശേഷണങ്ങൾ, അതിൽ യാതൊരു പങ്കുകാരും അവനില്ല. അവനാണ് ഏറ്റവും മനോഹരങ്ങളായ അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുള്ളത്. അവന്റെ പേരൊത്ത, അവന്റെ പേരുപോലെ പേരൊത്ത ഒരാളുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞ വിശേഷങ്ങൾ അനേകമാണ്. ആ വിശേഷണം മറ്റൊരു സൃഷ്ടിയുമില്ല. ലൈസ കമിസ്ലിഹി ഷൈ, അവന് തുല്യനായ ഒരാളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമാനരായ ഒരാളുമില്ല. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലാഹു ഭംഗിയുള്ളവനാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ വിശേഷണമാണ്. അല്ലാഹു ചിരിക്കും, അല്ലാഹു സന്തോഷിക്കും. അടിമകളുടെ തൗബ കണ്ടവൻ സന്തോഷിക്കും. അല്ലാഹു കോപിക്കും, അല്ലാഹു ശിക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിനുടയ കരങ്ങൾ അവനുണ്ട്. ഖിയാമത്ത് നാളിൽ അർളു ജമീഅൻ ഖബ്ലതഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവൻ അവന്റെ ഒരു പിടുത്തത്തിൽ ഒതുങ്ങും. വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശങ്ങൾ അഖിലവും അവനവന്റെ വലതു കരത്തിൽ ചുരുട്ടിപ്പിടിക്കും. അല്ലാഹുവിന് കരങ്ങളുണ്ട്, അതിൽ വലതുണ്ട്. ചില ഹദീസുകൾ സ്ഥിരപ്പെട്ടതുപോലെ അവന്റെ രണ്ടു കരങ്ങൾ വലതാണ്. എന്താണ് അതിന്റെ രഹസ്യം നമുക്കറിയില്ല. സൃഷ്ടികളെ പോലെയാണ്, ഉപമിക്കാൻ വയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്ഥിരീകരിച്ച ഹദീസിലൂടെ പറഞ്ഞ അവന്റെ വിശേഷണങ്ങൾ, അതെങ്ങനെയാണ് അറിയിച്ചത് അതുപോലെ നമ്മൾ വിശ്വസിക്കണം. അതിനർത്ഥം മാറ്റി പറയാൻ പാടില്ല. ചില ആളുകൾ അള്ളാഹുവിന്റെ വജ്ഹ ആഗ്രഹിച്ചു എന്നുള്ളതിന് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു, അള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചു എന്ന് പറയും. എന്താണ് വജ്ഹ് എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ അർത്ഥം? വജ്ഹ് എന്ന് പറഞ്ഞ മുഖമാണ്. അതായത് അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് അംഗീകരിക്കാൻ അവർക്ക് വയ്യ. കാരണം മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പടപ്പുകളോട് ഉപമിക്കലാകും എന്നവർ സങ്കല്പിച്ചു വെക്കുകയാണ്. അള്ളാഹുവിന് മുഖമുണ്ട്, വജ്ഹ് എന്ന് പറഞ്ഞ മുഖമാണ്. എങ്ങനെ? പടപ്പുകളെ പോലെയാണോ? അല്ല. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ ഏറ്റവും മനോഹരമായ മുഖമുണ്ട് അവിടെ. അള്ളാഹുവിന്റെ മുഖം നേർക്കുനേരെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ മുഖം നേർക്കുനേരെ കാണാനുള്ള ഭാഗ്യമാണ്. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം. അതിനേക്കാൾ വലിയ സുഖമില്ല എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നദ്രി ഇലാ വജ്ഹിക്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുവേ, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള ആസ്വാദനം, നിന്റെ മുഖം നോക്കിക്കാണുന്ന ആസ്വാദനം,
നിന്നോട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക്. സ്വർഗ്ഗത്തിൽ നിന്റെ മുഖം മുട്ടുവാനുള്ള ആഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിന് മുഖമുണ്ട്. എങ്ങനെ? നമുക്കറിയില്ല അതിന്റെ രഹസ്യം. അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുഗുണമായ രൂപത്തിൽ ഏറ്റവും മനോഹരമായ മുഖം. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഭംഗിയെ പടച്ച, മനോഹാരിതയെ പടച്ച റബ്ബ് എത്ര മനോഹരമായിരിക്കും അവന്റെ മുഖം, അവൻ എത്ര ഭംഗിയുള്ളവനായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇങ്ങനെ വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കുർസി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന സ്ഥലമാണ്. ആയത്തുൽ കുർസിയിൽ നമ്മൾ പറയുന്ന കുർസി വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിന്റെ കുർസിയിൽ കൊണ്ടുപോയി ആകാശഭൂമികൾ വെച്ചാൽ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വളയത്തെ പോലെ, ഒരു വട്ടക്കണ്ണിയെ പോലെ ആകാശഭൂമികൾ നിസാരമാകും. ഏതാണ് ഈ കുർസി? അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന സ്ഥാനം മാത്രമാണ്. മൗദിഉൽ ഖദമൈൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന സ്ഥാനം മാത്രമാണ് കുർസി. അപ്പോൾ അള്ളാഹുവിന് കാൽപാദമുണ്ട്. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ ഇവിടെയുള്ള ഈ രംഗത്ത് അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിൽ വ്യതിയാനത്തിലകപ്പെട്ട കക്ഷികൾ ഇവർ ഈ സിഫാത്തുകളൊക്കെ നിഷേധിക്കും. കാരണം എന്താ? അള്ളാഹുവിന് കരങ്ങളുണ്ട്, അള്ളാഹുവിന് കാൽപാദമുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്. അള്ളാഹു രാത്രിയുടെ അവസാനയാമമായാൽ തഹജ്ജുദിന്റെ സമയമായി കഴിഞ്ഞാൽ ദുനിയാവിന്റെ ആകാശത്തേക്ക്, നമ്മോടടുത്ത സമാ ദുനിയയിലേക്ക്, ഒന്നാം ആകാശത്തേക്ക് അവന്റെ നുസൂലുണ്ട്, അവൻ ഇറങ്ങി വരും. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ പോലെ, പടപ്പുകളെ പോലെ അള്ളാഹുവിനെ ഉപമിക്കലാണ്. അതുകൊണ്ടൊക്കെ തള്ളി. യഥാർത്ഥത്തിൽ വളരെ ലളിതമാണ് കാര്യം. അവർ അകപ്പെട്ട ആശയക്കുഴപ്പത്തിനുള്ള മറുപടി വളരെ ലളിതമാണ്. മഹാനായ ശൈഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, പടപ്പുകളിലെ വിശേഷണങ്ങൾ മനുഷ്യന്മാർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കിടയിലുള്ള ഒരുപോലെയുള്ള വിശേഷണങ്ങളുണ്ട്. ഏതുപോലെ? നമുക്ക് കരങ്ങളുണ്ട്, കൈകളുണ്ട്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൈകളുണ്ട്, മുഖമുണ്ട്, അവർക്കുമുണ്ട്, കാഴ്ച, കേൾവി. പക്ഷേ നമ്മുടെ കരങ്ങൾ പോലെയാണോ പക്ഷിയുടെയും മൃഗങ്ങളുടെയും കരങ്ങൾ? നമ്മുടെ കാല് പോലെയാണോ അവരുടെ കാലും കൈയും? നമ്മുടെ ശിരസ് പോലെ, നമ്മുടെ തല പോലെ, നമ്മുടെ മുഖം പോലെയാണ് പക്ഷിയുടെ മൃഗങ്ങളുടെ? അപ്പൊ മനുഷ്യന്മാർ, അവർക്ക് മുഖമുണ്ട്, പക്ഷിക്കും മുഖമുണ്ട്, മൃഗത്തിനും മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയോ? പക്ഷിക്കും മൃഗത്തിനും മുഖമുണ്ട് എന്ന് പറഞ്ഞ പോലെ മനുഷ്യന് മുഖമുണ്ട് എന്ന് പറഞ്ഞു, മനുഷ്യനെ പക്ഷിയെപ്പോലെ മൃഗത്തെപ്പോലെയാക്കി എന്നാരെങ്കിലും പറയോ? ഇല്ലല്ലോ. നമുക്കുള്ള വിശേഷണം, അതേ വിശേഷണം ഏതെങ്കിലും മൃഗത്തിനോ പക്ഷിക്കോ ഉണ്ടെങ്കിൽ നമ്മെ മൃഗത്തിനും പക്ഷിക്കും സമാനരാക്കി, തുല്യരാക്കി, സമപ്പെടുത്തി എന്ന് ആരെങ്കിലും പറയും? ബുദ്ധിയുള്ള ആരെങ്കിലും പറയും? അവയ്ക്ക് യോജിച്ച രൂപത്തിൽ, അവക്കുള്ള വിശേഷണങ്ങൾ അവയ്ക്ക് യോജിച്ച രൂപത്തിൽ, മനുഷ്യന്റെ വിശേഷണങ്ങൾ അവന് യോജിച്ച രൂപത്തിൽ, അല്ലേ? അങ്ങനെയുള്ള ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുള്ളൂ. ഒരു പടപ്പിനെ പോലുമല്ലാത്ത സകല പടപ്പുകളെയും പടച്ചവനായ ഖാലിക്കായ മാലിക്കായ സമ്പൂർണനായ ഒരു ന്യൂനതയുമില്ലാത്ത റബ്ബിന്റെ വിശേഷണങ്ങൾ അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ. അതിന്റെ രഹസ്യം നമുക്കറിയില്ല. ഇതാണ് ഏറ്റവും സുരക്ഷിതമായ വിശ്വാസം. ഇത് അംഗീകരിക്കാൻ എന്താണ് നമുക്ക് മനസ്സില്ലാത്തത്? എന്താണ് നമുക്ക് മടിയില്ലാത്തത്? ഈ യഖീനില്ലാത്തത് കൊണ്ടാണ് അതിനെ ദുർവ്യാഖ്യാനിച്ചും ചിലർ അതിനെ ദുർവ്യാഖ്യാനിക്കുന്നു, ചിലർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിനെ തള്ളുന്നു. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ എന്താണ്? അള്ളാഹും റസൂലും അവനുണ്ട് എന്ന് സ്ഥിരീകരിച്ച അസ്മാകളും സിഫാത്തുകളും അതിൽ അർത്ഥത്തിൽ മാറ്റിത്തിരുത്തലില്ലാതെ, കൃത്യവിലോപം നടത്താതെ, ഉപമിക്കാതെ, രൂപം പറയാതെ അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുഗുണമായ രൂപത്തിൽ പൂർണ്ണമായും അവനുണ്ട് എന്ന് അംഗീകരിക്കലാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അതിൽ അവന് യാതൊരു പങ്കുകാരുമില്ല. ഇതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, തൗഹീദിന്റെ രണ്ടാമത്തെ ഇനം. ഇനി തൗഹീദിന് ഒരു ഇനം കൂടിയുണ്ട്. അതേതാണത്? തൗഹീദുൽ ഉലൂഹിയ. തൗഹീദുൽ ഉലൂഹിയയും ആദ്യം പറഞ്ഞ തൗഹീദുൽ റുബൂബിയ്യയും തൗഹീദുൽ അസ്മാഇ വസിഫാത്തും തമ്മിൽ രണ്ടായി അതിനെ വേർതിരിക്കാൻ പറ്റും. തൗഹീദുൽ റുബൂബിയ്യയും തൗഹീദുൽ അസ്മാഇ വസിഫാത്തും പണ്ഡിതന്മാർ പറഞ്ഞു, അത് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. നമ്മൾ അറിവായി, ഉറപ്പായി, ഒരു സംശയവുമില്ലാതെ യഖീനായി നമ്മുടെ വിശ്വാസമായി ഉറപ്പിക്കേണ്ട തൗഹീദാണ് തൗഹീദുൽ റുബൂബിയ്യയും തൗഹീദുൽ അസ്മാഇ വസിഫാത്തും. അത് നമ്മുടെ അമലിനെ സ്വാധീനിക്കും, പക്ഷേ നമ്മുടെ അമലുമായി ബന്ധപ്പെടുന്നില്ല. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അമലുമായി ബന്ധപ്പെടുന്നതാണ്. എന്താണ് ഇപ്പോൾ വ്യത്യാസം? എന്താണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ? ശരി, സർവ്വതും സൃഷ്ടിച്ചതും പരിപാലിച്ചതും എല്ലാം അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ്. തൗഹീദുൽ റുബൂബിയ്യ നമ്മൾ അംഗീകരിച്ചു. അള്ളാഹുവിന് മാത്രം അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങൾ, അതിമനോഹരങ്ങളായ ഉന്നതങ്ങളായ വിശേഷണങ്ങൾ അവനുണ്ട്. അതിലവന് യാതൊരു പങ്കുകാരുമില്ല. നമ്മൾ ഉറപ്പിച്ചു, അംഗീകരിച്ചു, ഉറച്ചു വിശ്വസിച്ചു. ഇനി എന്താണ്? നമ്മളത് വിശ്വസിച്ചു.
അള്ളാഹുവിന്റെ തൗഹീദുർ റുബൂബിയ്യ, അവന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കുകാരുമില്ലാതെ അവന്റെ ഏകത്വം നമ്മൾ അംഗീകരിച്ചു. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ നാമഗുണ വിശേഷങ്ങൾ അവനുള്ളതുപോലെ അള്ളാഹിന്റെ റസൂലും അറിയിച്ചതുപോലെ കൃത്യവിലോപം നടത്താൻ നമ്മൾ അംഗീകരിച്ച് ഉറച്ചു വിശ്വസിച്ചു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? എങ്കിൽ ആ റബ്ബിന് മാത്രം ഇബാദത്തിന്റെ ഏതേതംശവും വകവെച്ചു കൊടുക്കും. അതിനവന് യാതൊരു പങ്കുകാരുമില്ല. അവൻ മാത്രമാണ് അതിനർഹൻ. ന്യായമായും ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ അവൻ മാത്രമാണ്. അതുകൊണ്ട് ഇബാദത്ത് അവന് മാത്രം നൽകുക. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. അതിന് തൗഹീദുൽ ഇബാദ എന്നും പറയും. പണ്ഡിതന്മാർ അതിനെ പറഞ്ഞു തൗഹീദുൽ ഖസ്ദി വത്വലബ്. നമ്മൾ ലക്ഷ്യമായി, നമ്മുടെ തേട്ടമായി, നമ്മുടെ പ്രവർത്തനമായി സ്വരുക്കൂട്ടേണ്ട തൗഹീദ് അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. മറ്റത് നമ്മുടെ വിശ്വാസമായി, ഉറപ്പായി, അറിവായി നമ്മൾ സംഭരിക്കേണ്ട തൗഹീദാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതാണ് തൗഹീദുർ റുബൂബിയ്യയും തൗഹീദുൽ അസ്മാഇ വസിഫാത്തും തൗഹീദുൽ ഉലൂഹിയ്യയും തമ്മിലുള്ള വ്യത്യാസം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر، الله أكبر. لا إله إلا الله. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, അപ്പോൾ തൗഹീദിന്റെ 3 ഇനങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അഹ്ലുസുന്ന വൽ ജമാഅ തൗഹീദിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. 1 തൗഹീദുർ റുബൂബിയ്യ, 2 തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. ഇത് രണ്ടും നമ്മൾ നമ്മുടെ അറിവായി, ഉറപ്പായി, യഖീനായി സംഭരിക്കേണ്ടുന്ന തൗഹീദാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവന് യാതൊരു പങ്കുകാരുമില്ല, അവൻ ഏകനാണ് എന്ന് സ്ഥിരീകരിക്കലാണ് തൗഹീദുർ റുബൂബിയ്യയും തൗഹീദുൽ അസ്മാഇ വസിഫാത്തും. തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവൻ ഏകനാക്കലാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിന് രണ്ടിനെയും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നിർവചനമാണ്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലും അവന്റെ നാമഗുണ വിശേഷണങ്ങളിലും അവൻ ഏകനാക്കുക. തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രവർത്തനങ്ങൾ ബാധിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇബാദത്തായി, ആരാധനകളായി, സൽക്കർമ്മങ്ങളായി അത് അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുക എന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക, അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ശ്രദ്ധിക്കണില്ല? തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇബാദത്ത്, ദുആ, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് അള്ളാഹ്ക്ക് മാത്രം, അത് അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുത്തുകൊണ്ട് അതിൽ അള്ളാഹു മാത്രമേ അർഹതയുള്ളൂ. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, മഴ പെയ്യിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, രക്ഷിക്കുന്നു, ശിക്ഷിക്കുന്നു,
സമ്പന്നനാക്കുന്നു, ദരിദ്രനാക്കുന്നു, രോഗിയാക്കുന്നു, ആരോഗ്യവാനാക്കുന്നു, നിന്ദിക്കുന്നു, പ്രതാപിയാക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്ത് അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവന് തുല്യരായ ഒരാളുമില്ല. അതാണ് തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത്. അപ്പൊ തൗഹീദുൽ അസ്മാഇ വ സിഫാത്തും തൗഹീദുർ റുബൂബിയയും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ അതിൽ ബന്ധിതമാണ്. അതിൽ അവൻ ഏകനാക്കുക, അവന് മാത്രം, അവനതിൽ പങ്കുകാരായ ഒരാളുമില്ല. തൗഹീദുൽ ഉലൂഹിയ വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് തരുന്നതിൽ മാത്രം അവൻ ഏകനാക്കിയ പോരാ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിലും ഏകനാക്കണം. എന്താണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്? അവൻ അർഹതപ്പെട്ട ഇബാദത്ത്, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അയഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അതാണ് തൗഹീദുൽ ഉലൂഹിയാണ് നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മേൽ നിർബന്ധമാക്കിയ ഹഖ്. മനസ്സിലായോ? നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന ഹക്കിൽ അവൻ ഏകനാക്കുക. അതാണ് തൗഹീദുൽ ഉലൂഹിയ. വളരെ സിമ്പിളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകുന്ന കാര്യങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ നാമഗുണ വിശേഷണങ്ങൾ അവൻ ഏകനാക്കുക. അതാണ് തൗഹീദുർ റുബൂബിയയും തൗഹീദുൽ അസ്മാഇ വ സിഫാത്തും. ഇത് മൂന്നും സമ്മേളിച്ചാലേ ഒരാളുടെ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാവുള്ളൂ, ഷഹാദത്തിന്റെ ആദ്യ ഭാഗം പൂർത്തിയാവുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ തൗഹീദ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന എന്താണ്? തൗഹീദ് റുബൂബിയ പഠിപ്പിക്കും. തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത് ഭാഗികമായോ അല്ലെങ്കിൽ അതിനെ പാർശ്വവൽക്കരിച്ചോ ഒരു സൈഡിൽ കൂടെ പഠിപ്പിക്കും. പേരിന് തെരഞ്ഞെടുത്ത അവരുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില അസ്മാകൾ അത് മാത്രം പഠിക്കും. ബാക്കിയുള്ളതൊക്കെ അവരെ ബുദ്ധിക്ക് യോജിക്കാത്ത, അവർക്ക് വ്യാഖ്യാനിക്കാൻ ഒപ്പിച്ച് പറയാൻ പറ്റാത്തൊക്കെ തള്ളും. അങ്ങനെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ അവർ കാറ്റഗറൈസ് ചെയ്യും. സമസ്തന്റെ മദ്രസകൾ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിനെ തൗഹീദുൽ ഉലൂഹിയ ഇവിടെ പഠിപ്പിക്കുന്നേ ഇല്ല. കാരണം പഠിപ്പിച്ചാലോ ഇവർ ഈ നടത്തുന്ന സകല ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ശിർക്കൻ പ്രവർത്തനങ്ങളും ചോദ്യം ചെയ്യപ്പെടും, സമൂഹ മധ്യത്തിൽ പരസ്യമായി വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ വാക്കുച്ചരിക്കുന്ന പുരോഹിതന്മാരെ വരെ നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റൂല. തൗഹീദ് എന്ന ഇസ്ലാമിന്റെ അടിത്തറയെ ആ ടേം ഉപയോഗിക്കുന്നവരെ തന്നെ നിങ്ങൾക്ക് കാണൂല പുരോഹിതന്മാരെ കുറിച്ച്. അവർ പറയോ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഘോരഘോരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ഹൽക്കയിൽ ഇങ്ങനെ 1000 ലക്ഷക്കണക്കിന് എണ്ണം പിടിച്ച് ഇങ്ങനെ പറയും. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ ഫദ്ൽ, അതിന്റെ റുക്നുകൾ, അതിന്റെ ഷർത്തുകൾ, അത് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, നിസ്കാരം അതിന്റെ ഷർത്തും ഫർളും റുക്നും, നിസ്കാരം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളും, നോമ്പും ഹജ്ജും സക്കാത്തും ഇതൊക്കെ പഠിപ്പിക്കും. ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ, പള്ളി ദർസുകളിൽ അത് വ്യാപകമായി പഠിപ്പിക്കും. അതിനേക്കാളെല്ലാം മുമ്പ് ഇസ്ലാം കാര്യങ്ങൾ ഒന്നാമതായി എണ്ണിയ ഷഹാദത്തിനെ പറ്റി, ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി, തൗഹീദിനെ പറ്റി മിണ്ടുകയില്ല. അതില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാം കാര്യങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഒന്നാമതായി എണ്ണിയത്? അതിനുശേഷമാണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ എണ്ണിയത്. അതില്ലെങ്കിൽ എത്ര നോമ്പെടുത്തിട്ടും നിസ്കരിച്ചിട്ടും ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഏറ്റവും അടിസ്ഥാനപരമായത് പഠിപ്പിക്കപ്പെടുന്നില്ല. പഠിക്കേണ്ടതുപോലെ പഠിച്ചു എന്ന് പറയുന്നവരും പഠിക്കുന്നില്ല. അതാണ് വിഷയം. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് പൂർത്തിയാകണമെങ്കിൽ തൗഹീദിന്റെ ഈ 3 ഇനങ്ങളും സമ്മേളിക്കണം. ഇല്ലെങ്കിൽ എന്താണ് അപകടം? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തൗഹീദിന്റെ പഠനം അത് പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ, വിസ്മരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണ്? സാക്ഷാൽ മക്കാ മുശ്രിക്കുകൾക്ക് സംഭവിച്ച തൗഹീദിലുള്ള അപജയം, ശിർക്ക് അതിന്റെ ഏറ്റവും വലുപ്പത്തിൽ, മക്കാ മുശ്രിക്കുകൾക്കുണ്ടായ ശിർക്കിനേക്കാൾ വലിയ രൂപത്തിൽ, ഗൗരവത്തിൽ മക്കാ മുശ്രിക്കുകളെ വെല്ലുന്ന ശിർക്ക് നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അനുഭവസ്ഥരാണ്. മക്കാ മുശ്രിക്കുകൾ പോലും തൗഹീദ് റുബൂബിയ്യത്ത് അംഗീകരിച്ചു എന്നതാണ്. അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്ത് ഭാഗികമായി അല്ലെങ്കിൽ ഒരു അരികുവശത്തുകൂടെ അവർ അംഗീകരിച്ചു എന്നതാണ്. അവർക്ക് സംഭവിച്ച അപജയം, മക്കാ മുശ്രിക്കുകൾക്ക് സംഭവിച്ച അപജയം എന്താണ്? തൗഹീദിലുള്ളവരെ പിഴവെന്തായിരുന്നു? തൗഹീദുൽ ഉലൂഹിയ്യത്തുള്ള പിഴവായിരുന്നു. നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ സാധാരണക്കാരെ പഠിപ്പിച്ചു നോക്കും. മക്കാ മുശ്രിക്കുകൾ അവരെ നമ്മൾ വിശ്വസിച്ച അള്ളാഹിലല്ല വിശ്വസിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വിശ്വസിച്ച, നമ്മൾ വിശ്വസിക്കുന്ന റബ്ബുൽ ആലമീനായ മാലിക്കുൽ ജബ്ബാറായ അള്ളാഹുലല്ല അവർ വേറെ അള്ളാഹില വിശ്വസിച്ചിരുന്നത്. ചില മൗലവിമാര്, സഖാഫിമാര് പറഞ്ഞതുപോലെ അവർ ഒരു ദൈവിക സഭയിലാണ് വിശ്വസിച്ചിരുന്നത്. ആ ദൈവിക സഭയിൽ ഒരുപാട് കുട്ടി ദൈവങ്ങളുണ്ട്. ആ കുട്ടി ദൈവങ്ങളുടെ തലപ്പത്ത് തലവനായൊരു ദൈവമുണ്ട്. അത് അള്ളാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും, അത് അന്നേ പറഞ്ഞൊരു ഓർമ്മയുള്ളൂ, പിന്നെ മിണ്ടിയിട്ടില്ല ഒരു സഖാഫി, പിന്നെ മിണ്ടിയിട്ടില്ല. അപ്പൊ മക്കാ മുശ്രിക്കുകൾ ഈ ലോകം നിയന്ത്രിക്കുന്ന, സൃഷ്ടിക്കുന്ന, പരിപാലിക്കുന്ന വേറൊരു പടച്ചവനുണ്ട് എന്ന വിശ്വാസം അവർക്കുണ്ടായി. നമ്മുടെ നാട്ടിലെ അന്യമതസ്ഥർ വിശ്വസിക്കുന്ന പോലെ, ബഹുദൈവ വിശ്വാസികൾ വിശ്വസിക്കുന്നത് പോലെ
എന്നതാണ് ഈ ഉമ്മത്തിനെ പറഞ്ഞു പറ്റിക്കുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണോ? ഈ ലോകം നിയന്ത്രിക്കുന്ന, പടച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവ് ഖാലിഖ് മാലിക് മുദബ്ബിർ അല്ലാഹു മാത്രമാണ് എന്നതായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ് ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സൂര്യനെയും ചന്ദ്രനെയും പടച്ചവനാരാണ്? ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണ്? ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹു ആണ് എന്നവർ പറയും. അല്ലാഹു മാത്രമാണെന്ന് അവർ പറയും. മക്ക മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞു, അവർ കപ്പൽ കയറി കടലിൽ കാറ്റും കോളും ഉണ്ടായാൽ, സുനാമി ഉണ്ടായാൽ, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിനെ മാത്രം അവർ വിളിക്കും. എന്നാൽ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അല്ലാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഫഇദാഹും യുശ്രികൂൻ, അല്ലാഹുവിനെ വിളിക്കുന്നതോടൊപ്പം അല്ലാഹു ഇല്ലാത്തവരെ അവർ വിളിക്കും, ശിർക്ക് ചെയ്യും. അപ്പൊ അവർക്ക് സംഭവിച്ച ശിർക്ക് എവിടെയായിരുന്നു? തൗഹീദുൽ ഉലൂഹിയത്തിലായിരുന്നു. സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം അല്ലാഹു മാത്രമാണ്, വേറൊരു റബ്ബില്ല, വേറൊരു ഖാലിഖില്ല എന്നതാണ് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം. എന്നാൽ അവർക്ക് തെറ്റിയത് എവിടെയാണ്? അല്ലാഹുവിന് മാത്രമെങ്കിൽ ഇബാദത്തുകളും ആരാധനകൾ സമർപ്പിക്കണം എന്നിടത്ത് അവർക്ക് തെറ്റി. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം അമ്പിയാക്കളെ, ഔലിയാക്കളെ, മരിച്ചുപോയവരെ, വിഗ്രഹങ്ങളെ, കല്ലുകളെ, വൃക്ഷങ്ങളെയൊക്കെ അല്ലാഹുവോടൊപ്പം അവരെന്ത് ചെയ്തു? ഇബാദത്ത് ചെയ്തു. ഇതാണ് അവർക്ക് സംഭവിച്ച ശിർക്ക്. നമ്മുടെ നാട്ടിൽ അല്ലാഹു വിളിച്ചു തേടുന്ന പോലെ മൺമറഞ്ഞു പോയവരെ, ഔലിയാക്കളെ, അമ്പിയാക്കളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും വിളിച്ചു തേടുന്നതിന് സമാനമായി. എന്നിട്ട് അവരെന്താണ് ന്യായീകരിച്ചത്? അത് ശിർക്കെന്ന് അവർ പറയില്ല. നമ്മുടെ നാട്ടിലെ ഇക്കാലഘട്ടത്തിലെ ശിർക്കിന്റെ വക്താക്കൾ പറയുന്ന പോലെ അവർ അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന മധ്യവർത്തികളാണ്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഖുർആനിൽ അല്ലാഹുവിനെ കുറിച്ച് പറയണം സൂറത്ത് സുമറിൽ. ഞങ്ങൾ എന്തിനാണ് അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്? അല്ലാത്തവർക്ക്, അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, പുണ്യപുരുഷന്മാർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്തിനാണ്? ഞങ്ങളെ അവർ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി. ഇതാണ് അവർ പറഞ്ഞ ന്യായം. അല്ലാഹുവോടൊപ്പം അല്ലാഹു ഇല്ലാത്തവർ ഇബാദത്ത് ചെയ്യാൻ അവർ പറഞ്ഞ ന്യായം എന്താണ്? ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഞങ്ങൾ അവരെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്ക് അല്ലാഹുവിലേക്ക് നേരിട്ട് അടുക്കാനുള്ള നിർവാഹമില്ല എന്നതാണ് അവർ ന്യായം. സാക്ഷാൽ മക്ക മുശ്രിക്കുകൾ പറഞ്ഞ ന്യായം ഇതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദുൽ ഉലൂഹിയയാണ് സാക്ഷാൽ മക്ക മുശ്രിക്കുകൾക്കും എക്കാലത്തെ മുസ്ലിമീങ്ങൾക്കുമിടയിൽ പിഴവ് സംഭവിച്ച ശിർക്ക് കലർന്ന തൗഹീദിന്റെ ഇനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയത്തിലെ മക്കയിലെ മുശ്രിക്കുകൾ ചൊല്ലിയിരുന്ന തൽബിയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നതിന് ശേഷം കഅബ തവാഫ് ചെയ്യുമ്പോൾ ഖുറൈശികൾ ആ തൽബിയത്ത് ചൊല്ലുന്ന നബി കേട്ടു. എന്തായിരുന്നു ആ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അവിടെ വരെ കറക്റ്റാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വൈലക്കും ഖദ് ഖദ്, നിർത്തുക, നിങ്ങൾ അവിടെ നിർത്തുക, അതിനപ്പുറത്ത് നിങ്ങൾ പോകരുത്. പക്ഷെ അവർ നിർത്തൂല. ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അല്ലാഹു നിനക്ക് പങ്കുകാരില്ല, പക്ഷെ ചില പങ്കുകാരുണ്ട്. ഇല്ലാ ശരീകൻ ഹുവ ലക്, അവർ നിനക്കുള്ളവരാണ്. തംലികുഹു വമാ മലക്, അവർ ഉടമപ്പെടുത്തുന്നതും നീ ഉടമപ്പെടുത്തുന്നതാണ്. അവർക്ക് സ്വയം കഴിവൊന്നുമില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ മൗലവിമാര് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാനും ഇബാദത്ത് ചെയ്യാനും പറയുന്ന മറ്റൊരു ന്യായം. നമ്മൾ അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല അവർ വിളിച്ചു തേടുന്നത്. മുഹീദ്ദീൻ ശൈഖിനെയും അമൃതത്തങ്ങളെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നമ്മൾ വിളിച്ചു തേടുന്നത് എന്തിനാണ്? അവർക്ക് എന്ത് വിശ്വാസത്തിലാണ്? അവർക്ക് സ്വയം കഴിവുണ്ടെന്നാൽ അല്ലാഹു കൊടുത്ത കഴിവ് നമ്മൾ തേടുന്നത്. അവർക്കുള്ള കഴിവൊക്കെ അല്ലാഹു കൊടുത്തതാണ്, അതിനാണ് നമ്മൾ തേടുന്നത്. സാക്ഷാൽ മക്ക മുശ്രിക്കുകളുടെ തൽബിയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ തിരുത്തിയത് അതാണ്. അല്ലാഹുവേ, അവർക്കുള്ളതെല്ലാം നീ കൊടുത്തതാണ്. അങ്ങനെ ചില പങ്കാളികൾ നിങ്ങൾ, അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഇബാദത്ത് കൊടുക്കുന്നു, നിനക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നു എന്നാണ് അവരുടെ തൽബിയത്തിലെ വാചകം. ഇത് തന്നെയാണ് മക്ക മുശ്രിക്കുകൾക്ക് സംഭവിച്ച ശിർക്ക്. അപ്പൊ തൗഹീദിന്റെ ഈ 3 ഇനങ്ങളും വേർതിരിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ശിർക്കിന്റെ അപകടമോ ശിർക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയില്ല. എന്തുകൊണ്ട്? സാക്ഷാൽ മക്ക മുശ്രിക്കുകൾ അവർ മക്ക മുശ്രിക്കുകളായി, കുഫാറുകളായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായി. നബി എന്തിനവരോട് യുദ്ധം ചെയ്തു എന്നതിന്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കുകയില്ല. തൗഹീദുൽ ഉലൂഹിയ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന് പറഞ്ഞ ശിർക്കിനെ നമ്മൾ തൗഹീദായി അംഗീകരിക്കേണ്ടി വരും. ഇവിടുത്തെ ശിർക്കിന്റെ വക്താക്കൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മക്ക മുശ്രിക്കുകൾ ചെയ്ത ശിർക്കിനെ വെള്ളപൂശാണ്.
അത് തൗഹീദാണെന്ന് പറയാതെ പറയുകയാണ് അവർ. അതുകൊണ്ട് വലിയ അപകടമാണത്. തൗഹീദിനെ ഈ 3 ഇനവും വേർതിരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? ഇതാണ് തൗഹീദുമായി ബന്ധപ്പെട്ട് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്ന പാഠങ്ങൾ. ഇനി അവസാനമായി ഹദീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം അതെന്താണ്? വലാ യുശ്രികൂ ബിഹി ശൈഅ വഹഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികൂ ബിഹി ശൈഅ. അല്ലാഹുവിന് ശിർക്ക് വെക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണല്ലോ അല്ലാഹു നമുക്ക് നൽകുന്ന ഹക്ക്, അവന്റെ ഔദാര്യം. അപ്പൊ എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? ശിർക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പറയാം, തൗഹീദിന് നേരെതിരാണ്. അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് വഴി തിരിച്ചു കൊടുക്കുക. അള്ളാഹുവിന് മാത്രം നൽകുന്നിടത്ത് അള്ളാഹു അല്ലാത്തവർക്ക് പങ്കു ചേർക്കുക. തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹ് ഫീ ശൈഇൻ മിൻ ഖസാഇസില്ലാഹ്. ഇതാണ് ശിർക്കിന്റെ ഡെഫിനിഷൻ. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമപ്പെടുത്തുക, തുല്യരാക്കുക. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ആരാ മഴ പെയ്യിപ്പിക്കുന്നത്? അള്ളാഹു മാത്രം. ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്? അള്ളാഹു മാത്രം. വേറെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അവന് മാത്രം പ്രത്യേകമായ വിഷയത്തിൽ സമപ്പെടുത്തലാണത്. ആർക്കാണ് ഇബാദത്ത് നൽകേണ്ടത്? ദുആകളും പ്രാർത്ഥനകളും നേർച്ചകളും ആർക്ക് വേണ്ടി മാത്രമാണ്? അള്ളാഹുവിന് വേണ്ടി. അല്ലാത്തവർക്ക് നൽകിയാൽ അള്ളാഹുവിനെ ആ വിഷയത്തിൽ അവരോട് സമപ്പെടുത്തലായി. അപ്പൊ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ അള്ളാഹു അല്ലാത്തവരോട് സമപ്പെടുത്തുക. തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹ് ഫീ ശൈഇൻ മിൻ ഖസാഇസില്ലാഹ്. ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഇതാണ് ശിർക്കിന്റെ പൊതുവായ നിർവചനം. ഈ ശിർക്ക് 2 ഇനമുണ്ട്. ഇതും നമ്മുടെ നാട്ടിലെ തൗഹീദുണ്ട് എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ സംഭവിക്കുന്ന വലിയ വീഴ്ചകളിൽ പെട്ടതാണ് ഇനി പറയാൻ പോകുന്ന കാര്യം. ഈ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ശിർക്ക് സംഭവിക്കുന്ന ആളുകളെ അതിന്റെ ഗൗരവത്തിനനുസരിച്ച് വിലയിരുത്താനും നിരൂപണം ചെയ്യാനും നമുക്ക് സാധിക്കില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഭാഷ്യത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2 ഇനമുണ്ട്. ഒന്ന് അശ്ശിർക്കുൽ അക്ബർ, 2 അശ്ശിർക്കുൽ അസ്ഗർ. ശിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവന്റെ മുസ്ലിമല്ല. അതിലായവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ കാലാകാലം നരകത്തിലായിരിക്കും. അവന് സ്വർഗം നിഷിദ്ധമാണ്, നരകം നിർബന്ധമാണ്. അതവന്റെ ജീവിതത്തിൽ വലിയ ശിർക്ക് ഒരിക്കലെങ്കിലും സംഭവിച്ചാൽ അവൻ ആയുഷ്കാലം മുഴുവൻ ചെയ്ത സകല നന്മകളും നിഷ്ഫലമായി പോകും. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ നഷ്ടം. വലിയ ശിർക്ക് സംഭവിച്ചാൽ 3 നഷ്ടങ്ങളാണ്. ഒന്ന്, അവന് സ്വർഗം ഹറാമാകും, കാലാകാലം നരകത്തിലായിരിക്കും. 2, അവൻ ചെയ്ത സകല നന്മകളും ആ വലിയ ശിർക്ക് കാരണമായി നിഷ്ഫലമാകും. എന്ത് നന്മകൾ ചെയ്താലും കാര്യമില്ല. വലിയ കൂമ്പാരമുള്ള പർവ്വത സമാഹാരമുള്ള നന്മകളിൽ ഒരു പുഴുക്കുത്ത് അല്ലെങ്കിൽ ഒരു പൊട്ടിന്റെ കഷ്ണം ശിർക്കിന്റെ അംശം കലർന്നാൽ വലിയൊരു ചെമ്പിൽ ഒരു തുള്ളി പോയ്സൺ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ അമലുകൾ വലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ വിളിച്ചിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ സർവ്വ നന്മകളും നിഷ്ഫലമായി തീരും, താങ്കൾ നരകക്കാരുടെ പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ സർവ്വ നന്മകളും നിഷ്ഫലമാകും, കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനത് പുറത്തു കൊടുക്കുകയില്ല. അവൻ അതിലായി മരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവൻ കാഫിറായിട്ട് മരിക്കേണ്ടി വരും. ഇതാണ് വലിയ ശിർക്കിന്റെ അപകടം. അപ്പോൾ എന്താണ് വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഇബാദത്ത് പൂർണ്ണമായും അള്ളാഹു അല്ലാത്തവർക്ക് തിരിച്ചുവിടുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടുന്ന ഇബാദത്തുകൾ, ഉദാഹരണത്തിന് ദുആ, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്താൽ വലിയ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. അതുപോലെ തന്നെ ബലി അറുക്കേണ്ടത് ആർക്ക് വേണ്ടി മാത്രമാണ്? അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് അവന് വേണ്ടി മാത്രം. ജാറത്തിലെ മൂപ്പർക്ക് വേണ്ടി അറുത്താലോ, ജാറത്തിൽ കിടക്കുന്ന വൈലിന്റെ പ്രീതിക്ക് വേണ്ടി അറുത്താലോ വലിയ ശിർക്കാണത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം ചെയ്യേണ്ട നിസ്കാരം, സുജൂദ്, മക്കബ്രകളിൽ പോയി സുജൂദ് ചെയ്യുന്ന ആളുകളെ കാണാം. സുജൂദ് അള്ളാഹുവിന് മാത്രമേ ചെയ്യാവൂ. ഇങ്ങനെ അള്ളാഹുവിന് മാത്രം നൽകേണ്ടുന്ന ഇബാദത്ത് സമ്പൂർണമായും അള്ളാഹു അല്ലാത്തവർക്ക് തിരിച്ചുവിട്ടാൽ അതാണെന്ത്? വലിയ ശിർക്ക്. അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അവൻ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ കാലാകാലം നരകത്തിലാണ്, അവന്റെ നന്മകളെല്ലാം നിഷ്ഫലമാകും.
എല്ലാ വർഷവും ആയുസ്സിൽ എല്ലാ വർഷവും ഹജ്ജ് ചെയ്താലും കാര്യമില്ല. ശിർക്കിലായിട്ടാണ് മരിച്ചത്, വലിയ ശിർക്കിലായിട്ടാണ് മരിച്ചത്, കാലാകാലം നരകത്തിലായിരിക്കും. ഒരമലും അവന്റെ സ്വീകരിക്കപ്പെടുകയില്ല. ഇനി ഇതിന്റെ താഴെ വരുന്ന അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കുണ്ട്. എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഖുർആനിലും സുന്നത്തിലും പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അതിനെ ശിർക്ക് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടാകും. ഒരല്പസമയം കൂടുതൽ എടുത്തൂടെ? 5 മിനിറ്റ്, എന്നിട്ട് നമുക്ക് നിസ്കരിക്കാം. 5 മിനിറ്റ് എടുത്തൂടെ? ശരി, ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഹദീസിലേക്ക് അടുത്ത ആഴ്ച കിടക്കാം ഇൻഷാ അല്ലാഹ്. ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ ശിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ മറ്റു തെളിവുകൾ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തു പോകുകയില്ല എന്ന് മനസ്സിലാക്കപ്പെടുന്ന പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ശിർക്ക്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക. ആരെങ്കിലും അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തവനായി. ഈ ഹദീസിന്റെ ആശയം എന്താണ്, ഇതിന്റെ വിശദീകരണം എന്താണ് എന്ന് മറ്റു ഹദീസുകൾ കൊണ്ടും മറ്റു തെളിവുകൾ കൊണ്ടും വിശദീകരിക്കാത്ത ഇതിന്റെ പരിഭാഷ മാത്രം തപ്പി പ്രസംഗിക്കുന്ന ഒരു മൗലവി എന്താ മനസ്സിലാക്കുക? അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് കഴിഞ്ഞാൽ മുശ്രിക്കായി, അവൻ പിന്നെ കാലാകാലം നരകത്തിലാണ്, അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? അല്ല. അല്ലാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്താലും ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകുന്ന വലിയ ശിർക്ക് സംഭവിക്കുന്നതാണ്. അവൻ വാക്കിൽ ശിർക്ക് സംഭവിച്ചവനാണ്. അവൻ ഇബാദത്തുകൾ മുഴുവൻ അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടിട്ടില്ല. അവന്റെ വാക്കിൽ സംഭവിച്ച ശിർക്കാണത്. അത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കാണ്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അവന്റെ നന്മകൾ മുഴുവൻ പൊളിഞ്ഞു പോകുന്നില്ല. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കുൽ അസ്ഗർ എന്താണെന്ന് വിശദീകരിച്ച ഹദീസിൽ നബിയോട് ചോദിച്ചു, എന്താണ് നബിയെ ചെറിയ ശിർക്ക്? എന്താണ് ശിർക്കുൽ അസ്ഗർ? എന്താണ് ഗോപ്യമായ ശിർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണ്. അങ്ങനെ അവൻ മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി യുസയ്യിനു സ്വലാത്തഹു, അവന്റെ നിസ്കാരം ഭംഗിയാക്കുന്നു. അത് ശിർക്കുൽ അസ്ഗറാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അവൻ നിസ്കരിക്കുന്നത്. ആ നിസ്കാരം മുഴുവൻ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ വലിയ ശിർക്കായി. അങ്ങനെ ആരും നിസ്കരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, മുസ്ലിം ഉമ്മത്ത് എല്ലാവരും അള്ളാഹുവിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. പക്ഷേ ആ നിസ്കാരത്തിനിടക്ക് ആളുകൾ കാണട്ടെ, എന്റെ നിസ്കാരം ആളുകളൊന്ന് അറിയട്ടെ എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ അതാണ് റിയാ, ശിർക്കുൽ അസ്ഗർ. ആ ശിർക്കുൽ അസ്ഗർ കലർന്ന അവന്റെ ഇബാദത്ത്, ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. അവൻ അതുവരെ നിസ്കരിച്ച സകല നിസ്കാരങ്ങൾ അത് കാരണമായി പൊളിഞ്ഞു പോകും? ഇല്ല. അപ്പൊ ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ചെറിയ ശിർക്കാണ്. അത് സംഭവിച്ച ഒരാൾ, ചെറിയ ശിർക്ക് സംഭവിച്ച ഒരാളെ തുടർന്ന് നമുക്ക് നിസ്കരിക്കാം, അയാൾ അർത്ഥം നമുക്ക് കഴിക്കാം, അവരുമായി വിവാഹബന്ധം നടത്താം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക് സംഭവിച്ചവനോ കാഫിറായി, അവരുമായി തുടർന്ന് നിസ്കരിക്കാനോ അതല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാനോ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഹക്കോ വിലക്കപ്പെടുന്ന അവിടെയാണ്. ഇത് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കണം. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മുടെ ആളുകൾക്ക് അധികവും സംഭവിക്കുന്ന അബദ്ധങ്ങൾ 2 ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം. ഇതുപോലെ സമാനമായ ഹദീസാണ്, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും മുറുക്ക് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ, മന്ത്രിച്ചൂതിയ ചരട് കെട്ടിയാൽ ശിർക്ക് ചെയ്തു, അവൻ ശിർക്ക് ചെയ്തവൻ. ഇതാണ് ഹദീസിലുള്ളത്. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന് വലിയ ശിർക്ക് ചെയ്തവനാണോ? ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹുലേക്ക് തിരിച്ചുവിട്ടവനെ പോലെയാണോ? അല്ല. മറിച്ച് ഈ ചരട് കെട്ടുന്ന ആളുടെ അവസ്ഥ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അത് വലിയ ശിർക്കാകുന്ന അവസ്ഥയുണ്ട്, ചെറിയ ശിർക്കാകുന്ന അവസ്ഥയുണ്ട്. ഈ കെട്ടിയ ചരട് അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നത് പോലെ ഈ കെട്ടിയ ചരടിന് നൂൽ കഷ്ണത്തിന് എന്നെ സംരക്ഷിക്കാൻ കഴിവുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് അവൻ കെട്ടിയതെങ്കിലോ? ഇപ്പൊ വണ്ടിമേലൊക്കെ പച്ചത്തുണി കെട്ടുമല്ലോ, ആ പച്ചത്തുണിക്ക് അള്ളാഹു എന്നെ കാക്കുന്നത് പോലെ കാവലേർപ്പെടുത്താൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് അവൻ കെട്ടിയതെങ്കിലോ? അവൻ വലിയ മുശ്രിക്കായി, ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ശിർക്ക് സംഭവിച്ചു. കാരണം അള്ളാഹുന് മാത്രം പ്രത്യേകമായത് അള്ളാഹു അല്ലാത്ത ഈ ചെറിയ തുണിക്കഷ്ണത്തിന് വെച്ചുകൊടുത്തു, സമപ്പെടുത്തി. പക്ഷേ വേറൊരാൾ അവൻ ഈ ചരട് കെട്ടിയത് എന്തിനാണ്? ഈ ചരട് കാരണമായി അള്ളാഹു എന്നെ കാത്തോളും എന്നാണ് അവന്റെ വിശ്വാസം. അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു വന്ന വലിയ മുശ്രിക്കാവോ? ഇല്ല. പക്ഷെ അത് ചെറിയ ശിർക്കാണ്. കാരണം ഇങ്ങനെ ഒരു സാധനം കെട്ടിയിട്ട് അള്ളാഹുവിന്റെ കാവൽ ആഗ്രഹിക്കാനോ കാവൽ തേടാനോ അള്ളാഹിന്റെ റസൂൽ അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ചെറിയ ശിർക്കാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ ചരട് കെട്ടിയ എല്ലാവരും ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകുന്ന മുശ്രിക്കാണ് എന്ന് മുദ്രയടിച്ച് പടിയടച്ച് പിണ്ടം വെച്ച് അവരെ തുടരാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല, അവനെ പിന്നെ കാഫിറാക്കുന്ന തക്ഫീർ ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. ഇനി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ
ജാറത്തിൽ പോകുന്ന, മക്ബറകളിൽ പോകുന്ന, ഞാനീ പറയുന്നത് ജാറത്തിൽ പോകലോ മക്ബറയിൽ പോകലോ അവിടെ പോയിട്ടുണ്ടാക്കുന്ന ശിർക്കൻ ആചാരങ്ങളോ അതിനെ ന്യായീകരിക്കാനോ ലഘൂകരിക്കാനല്ല. പക്ഷെ ഗൗരവമുള്ളതിനെ ഗൗരവമുള്ളതായും ഗൗരവം കുറഞ്ഞതിനെ ഗൗരവം കുറഞ്ഞതായും ഒരു വിധി പറയുമ്പോൾ, മുസ്ലിം ഉമ്മത്തിന് മൊത്തം വ്യാപകമാകുന്ന ഒരു വിധി പറയുമ്പോൾ സൂക്ഷ്മത പാലിക്കണമെന്ന് ശ്രദ്ധിക്കാൻ നമ്മുടെ പ്രയോഗം കൊണ്ട്, നമ്മുടെ അജ്ഞത കൊണ്ട് ഇസ്ലാമിനകത്തുള്ള ഒരാളെ പിടിച്ച് നമ്മൾ ഇസ്ലാമിനെ പുറത്താക്കരുത്. മുസ്ലിം പിടിച്ചപ്പോൾ നമ്മൾ കാഫിറാക്കരുത്. തൗഹീദ് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ വ്യാപകമായി സംഭവിക്കുന്ന അബദ്ധമാണിത്. ശ്രദ്ധിക്കണം, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു ഇസ്ലാമിന്റെ വിധി എഴുതിയ ഒരു മനുഷ്യനെ പിടിച്ച് നമ്മൾ കാഫിറാക്കുന്ന, തക്ഫീർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഗുരുതരമായ തിന്മയാണത്. ശ്രദ്ധിക്കണം, നമ്മളിലേക്ക് തിരിച്ചു വരും, ആരോപണം നമ്മളിലേക്ക് തിരിച്ചു വരും. മക്ബറയിൽ പോകുന്ന എല്ലാവരും ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകുന്ന വലിയ ശിർക്ക് സംഭവിച്ചവരാണ്. നമ്മൾ പറയും ആണോ? എന്നാൽ ചില ആളുകളുടെ, തൗഹീദുള്ള ആളുകളുടെ ഭാഷ്യം അതാണ്. ജാറത്തിൽ പോകുന്ന എല്ലാവരും ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു, മുശ്രിക്, കാഫിർ, അവനുമായി പിന്നെ ഒരു മുസ്ലിമിനായിട്ടുള്ള യാതൊരു ബന്ധം പാടില്ല. ഇങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ചുരുക്കുകയാണ്. മക്ബറയിൽ, ജാറങ്ങളിൽ പോകുന്ന ആളുകളുടെ അവസ്ഥ രണ്ടവസ്ഥയാണ്. ഒന്നുകിൽ അവിടെ പോകുന്ന ആളുകൾ ആ മക്ബറയിൽ മറമാടിയ ആളുകളോട് നേർക്ക് നേരെ അള്ളാഹുവിനോട് തേടുന്നത് പോലെ, ജാറത്തിലെ മൂപ്പരെ എൻ്റെ പ്രയാസങ്ങൾ നീക്കണേ, എൻ്റെ രോഗങ്ങൾ മാറ്റണേ, എനിക്ക് കുട്ടികളെ തരണേ, എനിക്ക് സ്വർഗം നൽകണേ, എൻ്റെ പാപം പൊറുക്കണേ എന്ന് അള്ളാഹിനോട് തേടുന്നത് പോലെ നേർക്ക് നേരെ തേടിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക് സംഭവിച്ചനായി. എന്നാൽ അതിനു പകരം ഈ ജാറത്തിൽ കിടക്കുന്ന വലിയന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ, നീ എൻ്റെ കാര്യങ്ങൾ നേരെയാക്കണമേ എന്ന് ദുആ ചെയ്താലോ? ദുആ അള്ളാഹിനോടാണ്, പക്ഷെ ഇടയിൽ ഇവരെ ഇടയാളരാക്കി, അല്ലെങ്കിൽ ഇവരെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കി. അത് ശിർക്ക് അസ്ഗറാണ്. ഇങ്ങനെ ഹക്ക് ജാഹ് ബർക്കത്തോണ്ട് തേടിക്കഴിഞ്ഞാൽ, ജാറത്തിൽ പോയ ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ മുശ്രിക്കാവോ? ഇല്ല. അപ്പൊ അങ്ങനെ അവിടെ പോകുന്നവർ ഏത് അടിസ്ഥാനത്തിലാണ് അവിടെ പോകുന്നത്, എന്ത് ചെയ്യാനാണ് പോകുന്നത്, അവർ സംഭവിക്കുന്ന ശിർക്ക് വലുതാണോ ചെറുതാണോ എന്ന് ഉറപ്പുവരുത്തി നിർണയിച്ചിട്ടേ അവർക്കെതിരെ വിധി പറയാൻ പാടൂ. മനസ്സിലായോ? പ്രത്യേകിച്ച് വ്യക്തികൾക്കെതിരെ പറയുമ്പോൾ നമുക്കതിന് അനുവാദമില്ല. വ്യാപകമായി അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനം ശിർക്കാണ് എന്ന് പറയുകയല്ലാതെ വ്യക്തികളെ പേരെടുത്ത് അങ്ങനെ പറയാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്ക് വലിയ രൂപവുമുണ്ട്, അതിന്റെ ചെറിയ രൂപവുമുണ്ട്. ഇത് രണ്ടും വേർതിരിച്ച് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി വേണം ഈ വിഷയത്തിൽ വിധി പറയാനും നിലപാട് സ്വീകരിക്കാനും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ചെറിയ ശിർക്ക് സംഭവിച്ചവൻ ഏത് ഇബാദത്തിലാണ് അവന്റെ ആ ശിർക്ക് സംഭവിച്ചത്, ആ ഇബാദത്ത് പൊളിഞ്ഞു പോകും. ബാക്കിയുള്ള അവന്റെ ഇബാദത്തുകളെല്ലാം തൗഹീദ് കൊണ്ട് സമ്പന്നമാണെങ്കിൽ സ്വീകരിക്കപ്പെടും. അവൻ കാലാകാലം നരകത്തിൽ പോകുന്നില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അള്ളാഹുവിന് പുറത്തു കൊടുക്കുമ്പോൾ അവൻ തൗബ ചെയ്താൽ, ഒരു പക്ഷേ അവൻ തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ, ഒരു പക്ഷേ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ചെറിയ ശിർക്കും ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പക്ഷെ വലിയ ശിർക്ക് അങ്ങനെയല്ല, അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവൻ കാഫിറായാണ് മരിക്കുക, അതിലായി മരിച്ചാൽ. അതുകൊണ്ട് ഈ ഗൗരവമുള്ള പാഠങ്ങൾ നമ്മൾ സാന്ദർഭികമായി ഓർമ്മിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് അമൽ ചെയ്യാനുള്ള തൗഫീഖ് മരണം വരെ നമുക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.